ക്ഷേമോന്മുഖമായി ചെലവഴിക്കുന്ന ഫണ്ട്, അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട് ബജറ്റിൽ രണ്ട് തരമാണ്. വികസനോന്മുഖ എക്സ്പെൻഡിച്ചേഴ്സും വികസനേതര ചെലവുകളും. വികസനേതര ചെലവുകൾ അതുപോലെ വികസനോന്മുഖ ചെലവുകൾ. അപ്പൊ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെയൊക്കെ സഹായിക്കാൻ എത്തുന്നത് വികസനോന്മുഖ ചെലവുകളാണ്. ക്ഷേമോന്മുഖ ചെലവുകളെല്ലാം വരുന്നത് ആ കൂട്ടത്തിലാണ്. നമ്മൾ വെറുതെ ഗോവയുമായി ഒരു താരതമ്യം നടത്തുക. കേരളത്തിന്റെ ഈ വികസനോന്മുഖ ചെലവും വികസനേതര ചെലവും. അതായത് വികസനോന്മുഖ ചെലവ് ഗോവയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെതിലും 4.5 ഇരട്ടി അധികമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഈ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞ് വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളെക്കാൾ വളരെ കൂടുതൽ വികസനോന്മുഖ ചിലവുകൾ നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി അതുപോലെ തന്നെ ഗോവ ഈ പറയുന്നത് പോലെ ചെലവാക്കുന്നതിൽ മാത്രമല്ല, വരുമാന സമാഹരണത്തിലും ഞാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം എടുത്തതാണ്. ഗോവ വളരെ ഉയർന്നു നിൽക്കുന്നു വരുമാന സമാഹരണത്തിലും. അതായത് ഗോവയുടെ ആളോഹരി നികുതി വരുമാനം കേരളത്തിൻ്റെതിനേക്കാൾ 2.1 ടൈംസ് ഹയർ ആണ്. അതായത് കേരളത്തിന്റെ ആളോഹരി നികുതി വരുമാനത്തെക്കാൾ 2.1 വട്ടം കൂടുതലാണ്, ടൈംസ് കൂടുതലാണ്, ഇരട്ടി കൂടുതലാണ് ഗോവയുടേത്. തീർന്നില്ല, നികുതിയേതര വരുമാനമാണെങ്കിലോ 4.6 ടൈംസ് ഹയർ ആണ്. അതായത് കേരളത്തിന്റെ ആളോഹരി നികുതിയേതര വരുമാനത്തിൻ്റെതിനേക്കാൾ 4.6 ടൈംസ് ഹയർ ആണ് ഗോവയുടെ നികുതിയേതര വരുമാനം. എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? റവന്യൂ ഡെഫിസിറ്റ് കേരളത്തെ പോലെ ഉള്ള ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അതായത് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാല് റവന്യൂ വരുമാനവും റവന്യൂ ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം. അതായത് റവന്യൂ വരുമാനത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു റവന്യൂ ചെലവ്. അതാണ് റവന്യൂ ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു വലിയ അപകടമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ റവന്യൂ വരുമാനത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നത് റവന്യൂ ചെലവ്? ഒന്നാമത് റവന്യൂ വരുമാന സമാഹരണം, അതായത് നികുതി വരുമാന സമാഹരണത്തിലും നികുതിയേതര വരുമാന സമാഹരണത്തിലും പിന്നോട്ട് പോകുന്നു സംസ്ഥാനം. അതുകൊണ്ടാണ് റവന്യൂ വരുമാനം കുറഞ്ഞു നിൽക്കുന്നത്. എന്ന് വെച്ചാല് ഇഷ്ടം പോലെ നികുതി വെട്ടിപ്പ്, അതുപോലുള്ള മറ്റെല്ലാ പ്രക്രിയകളും, അതായത് നികുതിയേതര വരുമാനമാണെങ്കിൽ ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് പിരിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ പിരിച്ചെടുക്കാതിരിക്കുക. നമ്മുടെ ലാൻഡ് റവന്യൂ ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് പിരിച്ചെടുക്കാതിരിക്കുകയാണ്, എത്രയോ വർഷങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കേരളത്തിന്റെ വരുമാന സമാഹരണ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവയും നമ്മളെക്കാൾ കൂടുതൽ ഒരു കൊച്ചു സംസ്ഥാനമാണ്. പക്ഷെ ഗോവ ഇക്കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന, അതായത് വിഭവ സമാഹരണം നന്നായി നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞു ആളോഹരി നികുതി വരുമാനം കേരളത്തിൻ്റെതിനേക്കാൾ 2.1 ടൈംസ് ഹയർ ആണ് ഗോവയില്. അതുപോലെ നികുതിയേതര വരുമാനം, ആളോഹരി നികുതിയേതര വരുമാനത്തിന്റെ പിരിച്ചെടുക്കലിലാണെങ്കിലും 4.6 ടൈംസ് ഹയർ ആണ് ഗോവയുടെ പ്രവർത്തനം. അപ്പം അങ്ങനെ കൂടുതൽ റവന്യൂ മൊബിലൈസ് ചെയ്യുന്ന ഗോവ, ഗോവയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വികസന ചെലവുകൾ കേരളത്തിൻ്റെതിനേക്കാൾ 4 ടൈംസിലും കൂടുതൽ ഹയർ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഗോവയുമായിട്ട് അല്ലെങ്കിൽ വേറെ അതുപോലെ പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വികസന ചെലവ് കുറവാണ്.